അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സ്വേച്ഛാധിപത്യ കാലം ആരംഭിച്ചിരിക്കുകയാണ്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ അധികാരമേറ്റിരിക്കുകയാണ്. എന്തായിരിക്കും ഇനിയുള്ള ഒരാഴ്ച കാലം നടക്കാൻ പോകുന്നത്? ഇവർക്ക് നല്ലതുപോലെ ഭരണം നയിച്ച് ഗെയിം കളിക്കാൻ സാധിക്കുമോ? നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്നാണ് നമുക്ക് റിവ്യൂ ചെയ്ത് പോവാം. എല്ലാ കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. ചില എന്താ അങ്ങനെ വീഡിയോ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ക്യാപ്റ്റൻസി ടാസ്ക് കോഴിപ്പോര് എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു. അതായത് മാക്സിമം കോഴിയുടെ ആ ബൊമ്മേനെ ഏറ്റവും കുറച്ച് ആരുടെ കളത്തിലാണോ ഉള്ളത് അവരായിരിക്കും അങ്ങനെ ക്യാപ്റ്റൻസിയിലോട്ട് എടുക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ആകുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ്. ഇതിനുശേഷം യോഗേട്ടിന്റെ പേരില് ആര്യനും അനീഷും തമ്മിലൊരു അടി ഉണ്ടാവുന്നുണ്ട്. അത് നിസാരമാണ്. അങ്ങനെ ആര്യനാണെങ്കിൽ യോഗേട്ട് മിക്സ് ചെയ്ത് ആപ്പിളൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാവരും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അനീഷിനെ കൊണ്ട് കൊടുത്തിട്ട് അനീഷ് കഴിക്കുന്നില്ല. പിന്നെ നടക്കുന്നത് നമ്മുടെ സ്വേച്ഛാധിപത്യം എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ നമ്മുടെ ടിവിയിൽ കാണിക്കുകയാണ്. അതിനുശേഷം ബിഗ് ബോസിന്റെ സൗണ്ട് വരുന്നുണ്ട്. സ്വേച്ഛാധിപത്യ ഭരണം ഇനി നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ മേൽ ആധിപത്യം ഈ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുടെ കയ്യിലായിരിക്കും. ഇനി വീടിന്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കും. പണിപ്പുരയുടെ കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കും. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടാസ്ക് നടക്കാൻ പോവുകയാണ്. അത് എന്താണ്? ഇതില് എല്ലാവരും കൂടി സ്വേച്ഛാധിപത്യ ഭരണാധികാരികളാകാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യാ, ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് കാണിക്കുന്നില്ല. ഫസ്റ്റ് ടാസ്ക് ഇവർക്ക് ഓരോ സ്പേസും പിന്നെ ഒരു പ്ലാറ്റ്ഫോമും തന്നിരിക്കും. അവിടെ നിന്ന് സംസാരിക്കുക. ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഇയാളുടെ നേരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അവരതിന് മാസമായിട്ട് ആൻസർ പറയും. ഇതായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ ടാസ്ക് എപ്പിസോഡ് കാണിച്ചില്ല. BB+ കാണിക്കുമായിരിക്കും. അതുപോലെ തന്നെ ലൈവ് കണ്ടവർക്ക് അറിയാം ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്ത ആരാണ് മോശമായിട്ട് പെർഫോം ചെയ്തതെന്ന് ലൈവിൽ കാണിക്കാൻ പറയും. പക്ഷെ അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്താണ്. ലൈവിൽ നമ്മൾ കണ്ടതാണ്. അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അനീഷിനെ ഒഴിവാക്കി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിലോട്ട് വരാം. അങ്ങനെ 6 പേരാണ് സെലക്റ്റഡ് ആവുന്നത്. ശൈത്യ, അനുമോള്, ഒനീല്, അഭിലാഷ്, പിന്നെ അതുപോലെ തന്നെ നെവിൻ, ജിസേൽ, അങ്ങനെ 6 പേരാണ് സെലക്റ്റഡ് ആകുന്നത്. അപ്പൊ ടാസ്ക് നമ്പർ 2 ആണ്. ടാസ്ക് നമ്പർ 2 ഇവര് 3 പേരുള്ള 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ നിന്നും ഓരോരുത്തരെ, ഈ 2 ടീമിൽ നിന്നും ഓരോരുത്തരെ പുറത്താക്കണം, ഡിസ്കസ് ചെയ്ത് പുറത്താക്കണം. എന്നിട്ട് പുറത്തായ ആളുടെ ഫോട്ടോ കത്തിക്കണം. ഇതായിരുന്നു ടാസ്ക്. പക്ഷെ ഇവരാരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല. അതില്ലേ ഗെയിം. തീരുമാനത്തിൽ എത്തരുത്, അതാണ് ഗെയിം. അങ്ങനെ പുറത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് അനുമോളെയും നമ്മുടെ ഒനീലിനെ പുറത്താക്കുകയാണ്. അപ്പം അനുമോളെ ശരിക്കും ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കുന്നതാണ്. കാരണം അനുമോളുടെ ആധിപത്യം വേണമെന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കുന്നതാണ്. എല്ലാവരും ഇറാനെ അക്ബറൊക്കെ പുറത്താക്കുന്നതാണ്. പക്ഷെ അവർ പറയുന്ന കാരണം മനസ്സിലാവുന്നില്ല. കാരണം അനുമോൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. എന്താണ് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമല്ല കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സ്വേച്ഛാധിപതിയാകാനുള്ള യോഗ്യത പറയുന്നില്ലെങ്കിലും പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അനുമോൾ കൊടുത്തത്. പിന്നെ ഇറ്റ്സ് എ ഗെയിം അങ്ങനെ. പക്ഷെ അനുമോള് കരയുന്നുണ്ട്. അനുമോള് കരയുന്ന എന്താന്ന് വെച്ചാൽ അനുമോളുടെ ഫോട്ടോ തോറ്റതിലല്ല, അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നതിൽ സങ്കടം ഉണ്ടെന്ന് അനുമോള് പറഞ്ഞ് അനുമോള് ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ ശൈത്യയുടെ പോയിട്ട് സങ്കടമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തേർഡ് ടാസ്ക് നടക്കുകയാണ്. തേർഡ് ടാസ്ക് ടഗ് ഓഫ് വാർ, അതായത് വടംവലിയാണ്. ഓണക്കാരല്ലേ, അതുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കും വടംവലിയാണ്. അഭിലാഷും നമ്മുടെ ശൈത്യയും ഒരു ടീം, ഈ നെവിനും ജിസയിലും ഒരു ടീം. അവരിങ്ങനെ വടം വലിക്കുകയാണ്. ആദ്യത്തെ 2 റൗണ്ടിലും ജയിക്കുന്നത് നെവിനും ജിസയിലുമാണ്. അങ്ങനെ അവരാണ് വീടിന്റെ സ്വേച്ഛാധിപതികൾ ആവുന്നത്. പക്ഷേ ക്യാപ്റ്റൻ ഇവിടെ ഒരു റോളുമില്ല. ഫുൾ കൺട്രോൾ സ്വേച്ഛാധിപതികളുടെ കയ്യിലായിരിക്കും. അതായത് സീസൺ 6 നമ്മുടെ പവർ റൂം പോലെ, സീസൺ 6 പവർ റൂം ടാസ്ക് പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പവർ റൂം പോലെയാണ് മിക്കവാറും നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താണ് വരുന്ന ആഴ്ച നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. ഇതിനുശേഷം സ്വേച്ഛാധികാരികൾ ഭരണം ഏൽക്കുകയാണ്. അപ്പോൾ
അതിന്റെ നോമിനേഷൻ ഫസ്റ്റ് നടക്കുന്നത് നോമിനേഷനാണ്. നമ്മുടെ വീക്ക്ലി നോമിനേഷൻ നടക്കുകയാണ്. പക്ഷെ വീക്ക്ലി നോമിനേഷനിൽ ട്വിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ട്വിസ്റ്റ് എന്താണ്, ഈ സ്വേച്ഛാധിപതികൾക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യാം, ഡയറക്റ്റ് നോമിനേഷനിൽ കൊടുക്കാം. പക്ഷെ ആര്യനെ ഓൾറെഡി നോമിനേറ്റഡ് ആയതുകൊണ്ട് ആര്യനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് ട്വിസ്റ്റ് ഈസ്, അങ്ങനെ ഇവർ 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അഭിലാഷിനെയും ബിന്നിയെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് ട്വിസ്റ്റ് ഈസ്, ഈ സ്വേച്ഛാധിപതികൾ 7 പേരെ സെലക്ട് ചെയ്യണം. ആ 7 പേർക്ക് മാത്രമേ വീക്ക്ലി നോമിനേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ, മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ 7 പേരെ ഇവർ സെലക്ട് ചെയ്യുന്നത്. 7 പേരെ അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ കൂടുതലും സെലക്ട് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ 7 പേരെ കൂടാതെ ക്യാപ്റ്റനും എന്ത് ചെയ്യാൻ പറ്റും, നോമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്യാപ്റ്റനും നോമിനേഷൻ ലിസ്റ്റിൽ വരാൻ പറ്റില്ല, അപ്പാനിക്ക് വരാൻ പറ്റില്ല. അപ്പാനി അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ആ 7 പേരെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, ഒനീൽ. എടാ ഒരു തെറ്റ് പറ്റി, അഭിലാഷിനെയും ആദിലേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബിന്നിയുടെ പേരാണല്ലോ പറഞ്ഞത്. അഭിലാഷിനെയും ആദിലേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ ഡയറക്റ്റ് നോമിനേഷൻ ഇടുന്നത് അഭിലാഷിനെയും ആദിലേനെയാണ്. ആദിലേനും ജിസയിലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ ജിസയിലിന് ആദിലേനെയും നൂറേനെയും ഇഷ്ടമല്ല. അവരൊരു ഗെയിമും ഇല്ല, ഒന്നും ഇല്ലാതെ നിൽക്കുന്നതാണെന്ന് ജിസയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആദിലേനെയും നൂറേനും ജിസയിലിന് ഇഷ്ടമല്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആദിലേയും നൂറേയും എന്തിലോട്ട് ഇടുന്നത്, ആദിലേയും നൂറയല്ല, ആദിലേന. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി മുതൽ ആദിലേയും നൂറയും 2 കണ്ടസ്റ്റൻസ് ആണ്, ഒരു കണ്ടസ്റ്റൻസ് അല്ല. ആദിലേയും നൂറയും 2 കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നൂറേനെ ആദിലേനെ ഇനി മുതൽ സെപ്പറേറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാണ്, ആദിലേനെയും അഭിലാഷും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. ഈ 7 പേർക്ക് മാത്രമേ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നോമിനേറ്റ് ചെയ്ത് ഈ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നത്, ഒന്ന് ബിന്നി, നോറ, ഒനിയൽ, രേണു, ഇത്രയും പേരാണ്. രേണു, ഒനിയൽ, നൂറ, ബിന്നി, ഇവർ ഇത്രയും പേര് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നത്. ബാക്കി ആദില, അബി ഡയറക്ട്ലി സ്വേച്ഛ, അതായത് ഡിക്റ്റേറ്റർഷിപ്പ് ബേസ് ചെയ്ത് ഇവര് നോമിനേറ്റഡ് ആവുകയാണ്. ആര്യൻ ലാലേട്ടൻ മുഖേന ആര്യൻ ഡയറക്റ്റ് നോമിനേഷനിൽ വരികയാണ്. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചെങ്കിലും അടുത്ത ട്വിസ്റ്റ് അവിടെയില്ല. ഈ 7 പേരായിരിക്കും നമ്മുടെ ജിസയിലിന്റെയും നെവിന്റെയും അടിമകൾ. ഈ 7 പേരായിരിക്കും ജിസയിലിന്റെയും നെവിന്റെയും അടിമകൾ എന്ന് പറയുന്നത്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നീട് ഭരണം തുടങ്ങുകയാണ്. ഭരണം തുടങ്ങി നമ്മുടെ നെവിൻ ആദ്യമേ തന്നെ ഭരണാധികാരിയായിട്ട് അടുക്കളയിൽ വരികയാണ്. എന്നിട്ട് രേണുവിനോട് പറയുന്നു, ഈ പഴം എനിക്കെടുത്ത് കഴിക്കോ, അങ്ങനത്തെ നെവിൻ പറയുമ്പോൾ രേണു സത്യം പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കുന്നുണ്ട് നെവിനെ. നെവിൻ അവിടെ നിന്ന് അഴുകിപ്പോയി. സീരിയസ്ലി നെവിൻ നല്ലപോലെ അഴുകിപ്പോയി. അവിടെ അയ്യേന്നായിപ്പോയി രേണുവിന്റെ മുമ്പിൽ. രേണു ഇതിൽ ഞാൻ നിങ്ങളുടെ അടിമയിലല്ലോ, അപ്പൊ എന്റെ അടുത്ത് കൂടുതൽ കളിക്കാൻ ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് രേണു ഓടിച്ചു വിടുന്നുണ്ട് നെവിൻ. എല്ലാവരും കളിയാക്കി വിടുന്നുണ്ട്. ഇതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്യാണ്. ഇനിയുള്ള കാര്യം തുറന്നു പറയാനാണെങ്കിൽ അനുമോളുടെ കഷ്ടകാലമാണ്. കാരണം നെവിൻ ഇവിടെ ഗെയിം കളിക്കുന്നത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആണ്. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾക്ക് എഗെയിൻസ്റ്റ് മാത്രമേ ഗെയിം കളിക്കുന്നുണ്ട്, ഡയറക്ട്ലി ഗെയിം കളിക്കുന്നുള്ളൂ. അത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് മാത്രമാണ്. പിന്നെ ജിസയിലും അനുമോളും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് അറിയാലോ. അപ്പം എന്തായാലും അനുമോൾക്ക് ജിസയിലിനെ ഇഷ്ടമല്ല, ജിസയിൽ അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ല. ജിസയിൽ അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ഇതോടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാണ്, അനുമോൾ ഇവിടെ കളിച്ചത് അപ്പാനിയാണ്. പക്ഷെ അപ്പാനി ഈ രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പാനി കൂടുതൽ നെഗറ്റീവ് ആവുകയുള്ളൂ. കാരണം ഒരു കാര്യമില്ലാതെ കിച്ചണിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കിച്ചണിലെ പ്രശ്നത്തിന് തുടക്കമിട്ടത് അപ്പാനിയാണ്. അപ്പാനി ടീം തിരിച്ച് 3 പേരെ, നമ്മുടെ നോറ, രേണു, അനു, ഇത്രയും പേരെ കിച്ചൺ ടീം ഇട്ടിച്ച് ആള് തികയുന്നില്ലെന്നും പറഞ്ഞിട്ട് ഈ അടിമകളിൽ നിന്നും റെനേനെ എന്ത് ചെയ്തു, അപ്പാനി നെവിനോട് പറയിപ്പിച്ച് ഇതിലോട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ അനുമോൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല, നോറയും സമ്മതിക്കുന്നില്ല, രേണുവും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇവർക്ക് സപ്പോർട്ടായിട്ട് ആദിലയുണ്ട്. പക്ഷെ ശൈത്യ ഡബിൾ സ്റ്റാൻഡിൽ നിന്നു. ശൈത്യ കിട്ടുന്നുണ്ട്, അതിലോട്ട് വരാം. അങ്ങനെ അവിടെ കിച്ചണിൽ ഒരു അടി തന്നെ നടക്കുകയാണ്. കിച്ചണിൽ ഭയങ്കരമായിട്ട് സംഘർഷം നടക്കുകയാണ്. അപ്പാനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അനുമോളും പറയുന്നുണ്ട്. അനുമോൾ എന്താ പെണ്ണുങ്ങളെ കാണുമ്പോൾ വായി നോക്കി എന്നൊക്കെ അനുമോളും കമന്റ് ചെയ്യുന്നുണ്ട് അപ്പാനി. പക്ഷെ അപ്പാനിക്ക് ട്രിഗർ ആവുന്നുണ്ട് അത്. പക്ഷെ അനുമോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് അനുമോളും ഗെയിം ഇറക്കുന്നുണ്ട്. അനുമോൾ അവിടെ ഗെയിം ഇറക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആ കിച്ചണിൽ ഒത്തിരി അടി നടക്കുകയാണ്. പിന്നെ ഇതിന് ശേഷം
എന്താണ് ജിസേലിനെ ഒരു ഒരു എന്താ ഒരു മുടിയൊക്കെ വെച്ചിട്ട് എന്താ ഒരു ഒരു തമ്പുരാട്ടി പറയിപ്പിക്കുന്ന ഒരു കോലം കെട്ടിയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത് കിച്ചണിലോട്ട് കൊണ്ടുവരികയാണ്. ആരെ നമ്മൾ അനിമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി കിച്ചണിലോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ഇതിനുശേഷം അനിമോളെ എന്താണ് എവിടെ എന്താ അപ്പൊ അനിമോള് എന്താ ഈ ജിസൈൽ എന്തോ പറയുമ്പോൾ ഞാൻ മറന്നുപോയി, സോറി. ജിസൈൽ എന്താ പറയുക, അനിമോള് പറയുന്നുണ്ട് ഇവിടെ ഒരു കോഫി കള്ളനും ഒരു പഞ്ചസാര കള്ളനും ഉണ്ട്. അപ്പം ജിസൈൽ തിരിച്ചു പറയുന്നുണ്ട്, ഓ ഇവിടെ ചപ്പാത്തി കളി ഉണ്ടെന്നെ, ഇപ്പൊ ചപ്പാത്തി മോഷ്ടിക്കുന്ന ക്യാമറയിൽ എല്ലാവരും കണ്ടതാണ് കേട്ടോ. അങ്ങനെ അനിമോളും തിരിച്ചു പറയുന്നുണ്ട്. അനിമോള് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മിക്കവാറും അനിമോൾക്ക് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റൂല, കാരണം അനിമോൾക്കിട്ട് പണി ഇവർ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് അപ്പാനി മുഖേന പ്രത്യേകിച്ച് നെവിൻ അനിമോൾക്കിട്ട് പണി കൊടുത്തോണ്ടിരിക്കും. അപ്പാനി മുഖേന അപ്പാനി ഇവിടെ അനിമോൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പാനി നിൽക്കുന്നത്. ഈ കിച്ചണിൽ ഒരു അടി നടക്കുന്നത് അപ്പാനി ഒറ്റൊരുത്തം കാരണം തന്നെയാണ്. മിക്കവാറും അപ്പാനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അത് മാറും. അങ്ങനെ അവിടെ ഇങ്ങനെ അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ കറി ഉണ്ടാക്കുന്ന വിഷയത്തിൽ അപ്പം ഇവർക്ക് റെന അവിടെ അധികാരം എടുത്തിട്ട് വന്നിട്ട് റെന പറഞ്ഞു ഗ്രീൻ പീസ് കറിയോ അങ്ങനെ പയറ് കറി എന്തോ വെക്കാൻ പറഞ്ഞു. അപ്പം തക്കാളി കറി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന് വെക്കാൻ പറ്റുന്ന അനിമോളും വാശി പിടിച്ചു. അപ്പൊ റെന എന്താ അനിമോൾ ഇങ്ങനെ വാശി പിടിക്കുന്നേന്നൊക്കെ ചോദിച്ചിട്ട് റെന അവിടെ കിടന്ന് വീട് ചിലക്കും പോലെ ചിലക്കുന്നുണ്ട്. അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ രേണുവും ന്യൂറയും നിപ്പുണ്ട്. അവർ കിച്ചൺ ടീം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയേരെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവിടെ അങ്ങനെ ഒരു അടിയുണ്ട്. ഇതിൽ ആദില ഇടപെടുന്നുണ്ട്. ആദിലയും ജിസയിലും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ആദിലിനെ എടുത്തിട്ടപ്പോ ആദിലേക്ക് ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ട്. അപ്പം ആദില ജിസയിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു മോശം വാക്ക് ആദില ജിസയിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ജിസൈൽ അതൊന്നും ഏക്കത്തേ ഇല്ല. അങ്ങനെ ജിസൈൽ അത് വക വയ്ക്കുന്നില്ല. അത് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജിസൈൽ വക വയ്ക്കുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് അനിമോളെ ക്യാപ്റ്റനായ ഞാൻ ഈ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റുന്നു. അപ്പൊ അനിമോള് പറയുന്നത് ഞാൻ പോകുന്നില്ല, അനിമോള് ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഈ കിച്ചണിൽ ഇത്ര അടി ഉണ്ടാവുന്നത് ഈ സീസണിൽ ആദ്യമാണ് കിച്ചണിൽ ഇത്ര മാത്രം അടിയോടെ ഉണ്ടാവുന്നത്. സീരിയസ്ലി ഇത്രയും നീളത്തിൽ ഒരു അടി ഉണ്ടാവുന്നത്. അപ്പാനി കരുതിക്കുട്ടി അനിമോൾക്കെതിരെ കളിക്കാനാണ് നിൽക്കുന്നത്. അപ്പാനി സീരിയസ്ലി കരുതിക്കുട്ടി അനിമോൾക്ക് എതിരെ കളിക്കാനാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ശൈത്യ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് വന്നു. ശൈത്യ അവിടെയും നിന്ന് ഇവിടെയും നിന്ന് കളിക്കാൻ തുടങ്ങിയപ്പം ജിസയില് നല്ല 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അതായത് ജിസയില് ഒറ്റയടിക്ക് പൊട്ടിച്ചു കളഞ്ഞു. ജിസയില് ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് മടക്കി കൊടുത്തു കളഞ്ഞു. പക്ഷെ അനിമോൾക്കത് മനസ്സിലായില്ല. ശരിക്കും ശൈത്യയുടെ ഡബിൾ ഗെയിം ജിസയിൽ പൊളിച്ചു കൊടുത്തുമായിരുന്നു. അത് ശൈത്യക്ക് പിടിക്കുന്നില്ല. ശൈത്യ പോയിട്ട് ഇത്തിരി ട്രിഗർ ആവുന്നുണ്ട്, കരയുന്നുണ്ട്. അങ്ങനെ അനിമോളും എന്ത് ചെയ്യണം, അനിമോളും ശൈത്യയും കൂടെ കെട്ടിപ്പിടിച്ച് ബെഡിന്റെ അവിടെ പോയിട്ട് കരയാണ്. എടി നീ എന്നെ കണ്ട് ഞാൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നില്ല, എന്നെ അവൾ കുറെ പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നില്ല, കരയാതിരുന്നില്ല, നീ കരഞ്ഞാൽ ഞാൻ കരയും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ശൈത്യ അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അനിമോളെ തിരിഞ്ഞു കൊത്താൻ നോക്കി. പക്ഷെ കർമായിസെ ബൂമറാൻ അത് ശൈത്യക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി BB+ കൂടുതൽ കോണ്ടന്റ് ഉണ്ടാകും തോന്നുന്നു, നമുക്ക് നോക്കാം. അങ്ങനെ കേക്ക് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുകയാണ്, കേക്ക് വരികയാണ്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ആദിലയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുപോലെ തന്നെ ബിന്നിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. രണ്ടുപേർക്കും കേക്ക് വന്നു. കേക്കൊക്കെ മുറിച്ച് അവർ ആഘോഷിക്കുന്നുണ്ട്. ഇതിൽ ആദിലയുടെ നമ്മുടെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡിന്റെ നമ്മുടെ ന്യൂബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആക്ടർ അല്ലേ. അപ്പം പുള്ളിയുടെ വോയിസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ സ്വേച്ഛാധിപത്യത്തെ കുറിച്ച് നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിക്കവാറും ഇതിന്റെ പണി കിട്ടാൻ പോകുന്നത് അനിമോൾക്കാണ്. ഷുവറാണ്, 100% ഷുവറാണ് അനിമോൾക്കാണ് പണി കിട്ടാൻ പോകുന്നത്, സീരിയസ്ലി. പക്ഷെ ഒന്നെങ്കിൽ അനിമോൾക്ക് ഇത് നല്ലതുപോലെ പോസിറ്റീവ് ആവും, അപ്പാനി നല്ലതുപോലെ നെഗറ്റീവ് ആവും. കാരണം അപ്പാനി അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. അക്ബർ ഇപ്പൊ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ അക്ബർ ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തല പൊക്കുന്നുണ്ട്, ഞാനിവര് തല പൊക്കും പോലെ പൊക്കുന്നുണ്ട്. പക്ഷെ അപ്പാനി സത്യം പറഞ്ഞ അപ്പാനിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഒരു വേഴ്സ് ക്യാപ്റ്റൻസി ആണുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി മാറി മറിയോ, അതാണ് ഗെയിമാണ്, ചിലപ്പോൾ മാറി മറിയാം.
ഇങ്ങനെയാണെങ്കിൽ അപ്പാനി അങ്ങനെ അപ്പാനി സീരിയസ്ലി എന്തോ ഒരു എന്താ ജിസയിൽ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഇവിടെ അനിമോൾക്കിട്ട് പണിയെടുക്കാൻ തന്നെയാണ് അപ്പാനിയുടെ ശ്രമം. അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും, അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. വലുതായിട്ട് ആരും ഇടപെടുന്നില്ല എന്നുള്ളത്. പക്ഷെ മിക്കവാറും ഓരോ ഗ്രൂപ്പായിട്ട് ഇപ്പൊ മാറുന്നുമുണ്ട്. അതായത് അനിമോളെ സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പ്, ജിസൈലിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ്, ഇതും പോരാനിട്ട് ഇതിലൊന്നും പെടാതെ വേറൊരു ഗ്രൂപ്പ്, ഷാനവാസിന്റെ ഒണിയിലെ അഭിലാഷിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ്. ഇതിൽ ഗ്രൂപ്പിലൊന്നും പെടാത്ത അനീഷ്. പക്ഷെ അനീഷും ഈ അടിമകളുടെ ഇടയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ അനീഷ് ഇത്തിരി അടിമകളുടെ ഇടയിൽ പെട്ടിച്ചേ ഇത്തിരി ഇവർക്കിട്ട് പണി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ശരിക്കും പറഞ്ഞാൽ പണി കൊടുക്കുന്നവരും ഈ പണി കിട്ടുന്നതനുസരിച്ച് തിരിച്ചു കൊടുക്കുന്നവരും തമ്മിലായിരുന്നു ഒരു ഗെയിം എങ്കിൽ നന്നായിരുന്നു. ഇനിയിപ്പം പണി കൊടുക്കുന്നവരാണ് ജിസയിലും നെവിനും. ഇനി അനിമോൾക്കിട്ടാണ് പണി കൊടുക്കുന്നത്. പക്ഷെ അനിമോൾ തിരിച്ചു പണി കൊടുത്താൽ നന്നായിരിക്കും. കരഞ്ഞു വീഴ്ന്നിരുന്ന അനിമോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നോമിനേഷൻ ലിസ്റ്റ് അനുസരിച്ച് മിക്കവാറും രേണു പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം രേണുവിന് മതിയായി, പ്രേക്ഷകർക്ക് മതിയായി. അത് കമന്റ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാം മതിയായി. പിന്നെ ഇന്നലെ നടന്നൊരു സംഭവം, അതായത് ആദിലയും നൂറയും ഡെസ്പായന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമന്റ്സ് ഒക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ അക്ബറിന്റെ ഉമ്മ ആദിലയുടെ നൂറയുടെ അധികം ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നെന്തോ പറഞ്ഞു. അപ്പൊ അത് ഇവരിവിടുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അതാണ് എന്തോ സംഭവം എന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് എന്നാണ് പറയുന്നത്. പിന്നെ ആര്യൻ ഇപ്പൊ കട്ട നെഗറ്റീവാണ്. ആര്യൻ ഇടയ്ക്ക് ലാലേട്ടനെ അവിടെ നിന്ന് മോശം പറയുന്നതൊക്കെ ലൈവില് വന്നിട്ടുണ്ട്. അതായത് ഹോസ്റ്റിനെയും ബിഗ് ബോസിനെയൊക്കെ മോശം പറയുന്നത് ലൈവിൽ വന്നിട്ടുണ്ട്. ഇവരുടെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റി കേട്ടോ, ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റി. അത് മാത്രമല്ല, ആര്യൻ ഇത് കണ്ടിന്യൂ ചെയ്ത് ആര്യൻ നല്ല നെഗറ്റീവാണ്. ഇപ്പൊ ഓൾറെഡി നെഗറ്റീവായിട്ട് ആര്യൻ ഇസ് ഓൺ എയർ. ആര്യൻ ഇപ്പോഴും എയറിലാണ്, ശൂന്യാകാശത്ത് തന്നെയാണ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമുക്ക് നോക്കാം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അതികഠിനമായിരിക്കും. പ്രത്യേകിച്ച് അനിമോൾക്ക് അതികഠിനമായിരിക്കും. നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. മാക്സിമം ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.